കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആശ്രയം നിൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് പ്രാർത്ഥിച്ചപ്പോൾ ജസ്റ്റ് വചനം പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സഖറിയായുടെ പുസ്തകമാണ്. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഖറിയ 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഇപ്പോഴീശോ പ്രാർത്ഥനയെ സന്ദേശമായി നമുക്ക് നൽകുന്നതെന്ന് കരുതാം. വായിച്ചോളൂ. ഞാൻ സമാധാനം വിതയ്ക്കും,
ഞാൻ സമാധാനം വിതയ്ക്കും. മുന്തിരി ഫലം നൽകും. മുന്തിരി ഫലം നൽകും. നിലം വിളവ് നൽകും. നിലം വിളവ് നൽകും. ആകാശം മഞ്ഞു പൊഴിക്കും. ആകാശം മഞ്ഞു പൊഴിക്കും. ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും. ഇപ്പോഴ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വിതയ്ക്കും, സമാധാനം വിതയ്ക്കും, മുന്തിരി ഫലം നൽകും, നിലം വിളവ് നൽകും. ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയണത് പ്രത്യാശ നിറച്ചു നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനമെന്ന് ആശ്രയം എന്താണ്? ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത്? ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ്. ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യന്. എനിക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. ഇപ്പോൾ പറഞ്ഞു കുറേ നാളെ കോവിഡൊക്കെ വന്ന് ഞാൻ ഒരു മാസം എല്ലാ 3 ദിവസം കൂടുമ്പോഴും കോവിഡ് ടെസ്റ്റ് ചെയ്യും കോയമ്പത്തൂർ ആശുപത്രിയിൽ. ഇപ്പോഴും നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. നിങ്ങൾക്കൊക്കെ 8 ദിവസം കഴിയുമ്പോഴൊക്കെ കോവിഡ് മാറത്തില്ലേ? ഇപ്പോൾ എനിക്ക് 1 മാസം നിന്നായിരുന്നു. അപ്പോൾ പക്ഷെ അത് അവർക്ക് മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഡൗട്ട് എന്താ, ഇതെന്താ ഈ 1 മാസത്തേക്ക് പോണത്? കാര്യം ഇതിൻ്റെ ഈ പതിര മുഴുവനും ബ്ലോക്കാകുകയല്ലേ, അപ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെ 1 മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട്, അത് കാരണമാണ് ഈ പ്രയാസം കൊണ്ടത്. ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത്. ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ്. ഞാനവിടെ അപ്പോൾ ഞാനൊരു കട്ടിലേൽ ഇങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തയും അപ്പുറത്തെ ഇടതുവശത്ത് ബൈബിളും ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഈ കിടക്കണ സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും. ആ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഈ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഇത്തിരി നാൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാകും. അപ്പം നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാവും, സങ്കടമൊക്കെ ഉണ്ടാവും. ലോകം കളിപ്പാണെന്നൊക്കെ നമുക്ക് തോന്നും. ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമെന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ ആ കസേര വേറെ ആൾക്കാർ അറിയാതെ കയറിയിരിക്കും. ആ ഇരുന്നോളാം നമ്മൾ പറഞ്ഞിട്ടാണ് ഇരിക്കണത്, അല്ലാതെ വേറെ ഇടിച്ചു കയറിയിരിക്കണേ. ദൈവത്തിൽ ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ്, നമ്മുടെ അനുവാദത്തോടെ അവിടെ ഇരിക്കണത്. അപ്പം അവരവിടെ നിന്നൊരു പോകത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട്. നീ ദൈവവേദലാണെങ്കിലേ ഉള്ളൂ ദൈവം അവരെ കളയത്തുള്ളൂ. ദൈവവേദ അല്ലെങ്കിൽ മരണം വരെ ആ സാധനം അവിടെ എത്തിക്കേണ്ടി പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം, ചിലപ്പോൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ, പ്രവർത്തനം തലക്ക് കയറിയിട്ട്. അപ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞ് അവരങ്ങനെ കുറച്ച് നാളവിടെ ബുദ്ധി അവരോട് പറയും, ഇതാണ് ശരി. ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നത്, നീതിക്ക് വേണ്ടി പോരാടുന്നത്. അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും. പ്രാർത്ഥന കുറഞ്ഞുള്ള ഒരു കുഴപ്പമുണ്ട്, ഹൈജാക്കിങ് പെട്ടെന്ന് നടക്കും. പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ? അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് നിരന്തരം പ്രാർത്ഥിച്ച് വയറ്റിപ്പഴപ്പ് നടക്കണമെന്നല്ല പറയേണ്ട അർത്ഥം. നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാകും. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, വെദർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട്.
എന്ത് സംഭവിച്ചാലും സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നേടിയതെല്ലാം ആരുടേതാകുമെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:20. ലൂക്ക 12:20 പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. പറ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ആരുടേതാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അന്യാധീനപ്പെട്ടു പോകുമെന്നാണ്. അതാണ് വിഷയം. അന്യാധീനപ്പെട്ടു പോകുക. അന്യാധീനം വെച്ചാൽ അന്യന് അധീനമായി പോകും. അതാണ് അന്യാധീനപ്പെട്ടു പോവുക. നമ്മുടേതെന്ന് വിചാരിച്ച സംഭവം അന്യന് അധീനമായി പോകും. അന്യാധീനപ്പെട്ടു പോകുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, പിശാചിന് അധീനമായി പോകും. പിന്നെ അടുത്ത കാലത്തെങ്കിലും ദൈവം ആ മേഖല വരത്തില്ല. കാര്യം നമ്മുടെ കൺസെൻറ്റോടു കൂടിയാണ് പിശാച് നമുക്ക് അധികാരം. അല്ല, പിശാചും ഒരു മാന്യതയുള്ള ആളാണ്. മുട്ടിയിട്ട് വാതിലെ കൊട്ടിയിട്ടേ കയറത്തുള്ളൂ. വാതിലെ കൊട്ടിയിട്ടേ നമ്മുടെ അനുവാദം ഉണ്ടാകുമോ? കൺസെൻറ്റ്. അല്ലാതെ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് കാര്യമില്ല. ചതിച്ചാണല്ല ഇപ്പം പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത്. തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ്. എപ്പോഴാണ് ഈ അനുവാദം വഴിയെ പോണതിനൊക്കെ അനുവാദം കിട്ടണത്? എങ്ങനെയാണ്? ദൈവത്തിൽ നമ്മൾ അകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത്. അതെപ്പോഴും വെച്ചാണ്. ഇപ്പം നിങ്ങൾ തുടങ്ങണൊക്കെ നമുക്കറിയാമല്ല, വലിയ ന്യൂമോണിയൊക്കെ തുടങ്ങണ പനിയിൽ നിന്നൊക്കെ തുടങ്ങണേ. അതുപോലെ ആത്മീയമായിട്ട് ന്യൂമോണിയൊക്കെ തുടങ്ങണത് ചെറിയ പനി. ഇപ്പോൾ കുർബാനയ്ക്ക് താമസിച്ച് വരിക, കുർബാന സ്വീകരിക്കാൻ താമസിക്കുക, കുമ്പസാരിക്കാൻ മാസങ്ങളെടുക്കുക, അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതിൽ ന്യൂമോണിയ തുടങ്ങണത്. അപ്പോൾ തന്നെ ഓർക്കുക, പനി തുടങ്ങിയിട്ടുണ്ട്. 8 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന, വീട്ടിൽ 7 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ 9 മണിയിലോട്ട് മാറുക. പിന്നെ അതൊരു ശീലമായി മാറുക. പിന്നെ ഉറക്കം വന്ന് ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതായത് പനി തുടങ്ങിയെന്നർത്ഥം. പനി തുടങ്ങിക്കഴിഞ്ഞാൽ, ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത്? രുചി പോകും ഇല്ലേ? രുചി പോകത്തില്ലേ? നമ്മുടെ ഭക്ഷണം, നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല, എല്ലാം ചവറായിട്ടിരിക്കും. അതുപോലെ തന്നെ ആരാധന ചവറ്, ജപമാല ചവറ്, ഒന്നും രുചി തോന്നണില്ല. പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ അറിയിക്കുക ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാര്യം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമുള്ള ഏർപ്പാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളുപ്പിൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറിക്കൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ്, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നീ അതിനെക്കുറിച്ച് ഒത്തിരി റെസ്പോണ്ട് ചെയ്യേണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ ഒരു രീതി അതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വരാൻ പോകുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. ഇത് പറഞ്ഞേ, അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണവതാണ്. നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്കൊരു നോട്ട് തരും ദൈവം. കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ്. ഈ 50 കൊല്ലം സഭയിൽ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാനം ഉടമ്പടിയാണ്. അതാണ് എനിക്ക് മനസ്സിലായ സത്യം. 50 കൊല്ലമാണ് ഞാൻ സഭയിൽ ജീവിക്കണത്. 50 കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ, ഞാനൊരു 20-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്.
അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോംവർക്ക് ചെയ്ത് പരിഹരിക്കാം സാധാരണ. അങ്ങനെ ചെയ്യണത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒരാളുമായിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കണം. കണാഗുണ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സമയം വേസ്റ്റ്, നമ്മുടെ സമയം വേസ്റ്റ്. അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് 10 മിനിറ്റ് 20 മിനിറ്റ് തൊട്ട് 2 മണിക്കൂർ വരെ ഞാൻ ആൾക്കാരോട് ഇരുന്നിട്ടുണ്ട്. അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വെറുത്ത്. എന്താ കാര്യം? ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ, അവർക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം 5 പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു. കാര്യം എന്താണ്? അതിങ്ങനെ തുറന്നിട്ടിരിക്കണ കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ച് തല്ലി കൈക്കൊള്ളാൻ കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ ഇടം ഉള്ളവനൊക്കെ വന്ന് കണ്ടുവച്ച് പോകും. അല്ലാത്തവന് കാണത്തില്ല. സ്വാധീനമില്ലാത്തവർ അറിയാത്തവരൊക്കെ പുറകിപ്പല്ലേ. ഇപ്പോഴങ്ങനെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഇപ്പോൾ എന്താണ്? കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ. ആ ക്ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഇടിപെട്ട് സംഭവമാണ്. എന്താണ്? ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. എല്ലാ കാര്യങ്ങളുടെയും കൗൺസിലിങ്ങിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം. എല്ലാം പരിഹരിക്കണം. എന്താണ്? ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. അവൻ എന്താണ്? വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. ഏശയ്യ 9:6. ഏശയ്യ 9:6. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. പിതാവായ ദൈവ സങ്കീർത്തനങ്ങളെല്ലാം പറയണത് ഗോഡ് ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ്. പിന്നീട് ഈ ഉപദേശത്തിൻ്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിനെയാണ് പിന്നെ ഐസയ്യ 9:6 പറയണത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ ആരാണ്? അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ്. അപ്പോൾ ക്രിസ്തു ആരാണ്? കൗൺസിലറാണ്. അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ്? ക്രിസ്തുവാണ്. ഉടമ്പടി ലക്ഷ്യം വെക്കണത് ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ? ആൾക്കാർ ഈ ക്രിസ്ത്യാനികളെ എന്താ വിളിക്കണം? ക്രൈസ്റ്റ് ഇൻ അല്ലേ? ക്രിസ്ത്യാനിയെ വിളിക്കണം എന്താണ്? ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു അകത്തുള്ളവൻ. ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ്, ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം. എൻ്റെ 50 കൊല്ലത്തെ അന്വേഷണമാണ്. അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരണത്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത്? എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കളെ സ്തുതിച്ചാൽ മതി. എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ വലതുകരം ഓരോ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാദരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധമായ വലതുകരം ഉയർത്തണം. അങ്ങനെ ആണിപ്പെടുത്താറുന്ന വലതുകരം ഉയർത്തണം. എല്ലാ മക്കളെയും സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ സ്പർശിക്കണമേ. വൈദാഘാതം പോലെ സ്പർശിക്കണമേ. ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ
കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ മാംസപേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ വലത് കരുത്ത എല്ലാവരും സ്പർശിക്കപ്പെടട്ടെ. മാരക രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്ഥിരാവേദികൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശിശുരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികൾ, ഗർഭാശയത്തിന് കട്ടിക്കുറവുള്ളവർ, ബീജത്തിന് ഓട്ടമില്ലാത്തവർ, ജനിതകമായ തടസ്സങ്ങളുള്ളവർ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, അമ്മേ കാനായിലെ കല്യാണത്തെ പോലെ എല്ലാ ഇല്ലായ്മകളും ആരാധന സന്നിധാനത്തിന് അമ്മ മധ്യസ്ഥം വഹിക്കണം. പ്രാർത്ഥിക്കാൻ പോലും നിവർത്തിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, വിശ്വസിക്കാൻ കഴിവില്ലാത്തവർ എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്വം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കൃപാസന അൾത്താറ് 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾക്ക് നൽകണമേ. കുഞ്ഞുങ്ങളെ പഠിക്കാൻ കഴിവില്ലാത്തവര്, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടവര്, കുറ്റമറാത്ത സ്ഥലങ്ങള്, സാമ്പത്തിക കടങ്ങള്, ജപ്തി നടപടികള്, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, വാടക താമസിക്കുന്നവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, പാട്ടത്തിന് താമസിക്കുന്നവര്, ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവര്, വിദേശ ജോലികൾ ചെയ്തു പോയിട്ട് പഠനം കഴിഞ്ഞിട്ട് അവിടെ വിസ പുതുക്കാത്തവര്, അവർക്ക് ജോലി കിട്ടാത്തവര്, കർത്താവ് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ കടമുള്ളവര് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ. കർത്താവേ, സ്വർഗം തുറക്കണമേ. നിന്റെ നാമത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് സർവ പാപങ്ങളും, സർവ രോഗങ്ങളും, സർവ തടസ്സങ്ങളും, ജീവ ദുരിതങ്ങളും യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും തടസ്സങ്ങളും നീങ്ങി പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. സ്നേഹത്തിൽ മൗനമായി ദൈവകൃപാനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിത സ്വകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പലിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാം ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈശോയെ സമർപ്പണമെന്ന പുണ്യത്തിലേക്ക് ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എപ്പോഴും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും തിടുക്കത്തിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള
തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവാണ് എന്ന് കേട്ട മാത്രയിൽ എടുത്തു ചാടിയ പത്രോസിനെ പോലെ, അധികാരം സ്വന്തമാക്കിയ പത്രോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും തിടുക്കത്തിലുള്ള സുവിശേഷ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ അവശേഷിക്കുന്ന ഭാഗത്തിനായി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വെളിപ്പെട്ടതുപോലെ ഞങ്ങളും അവകാശമാക്കുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യ